ഇന്ന് നമുക്ക് ഒരച്ഛന്റെയും മകന്റെയും കഥ പറയുന്ന ഹാപ്പി രാജ് എന്ന തമിഴ് ഫീൽ ഗുഡ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഗ്രാമത്തിൽ താമസിക്കുന്ന നായകനായ ആനന്ദ്, അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പെൺകുട്ടിയെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച് അവളെ വിവാഹം കഴിച്ച് അവളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. എന്നാൽ ആനന്ദ് ഗ്രാമത്തിലുള്ള ഒരുപാട് പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്യുന്നു. പക്ഷേ അവരെല്ലാം അവനെ റിജക്റ്റ് ചെയ്യുന്നത് അവന്റെ അച്ഛന്റെ ഒരു കാരണം കൊണ്ടാണ്. കുട്ടിക്കാലം മുതലേ അച്ഛന്റെ പേരും പറഞ്ഞാണ് എല്ലാവരും അവനെ അപമാനിക്കുന്നത്. അച്ഛനെ കുറിച്ച് പറഞ്ഞാണ് അവനെ കളിയാക്കുന്നതും. അങ്ങനെ ഒരു ഘട്ടത്തിൽ നാട്ടിൽ നിൽക്കാനാകാതെ അവൻ ബാംഗ്ലൂരിലേക്ക് ജോലിക്കും പോകുന്നു. അവിടെ വെച്ചൊരു പെൺകുട്ടിയെ പ്രണയിക്കുകയാണ്. രണ്ടുപേരും വിവാഹം കഴിക്കുവാനെയും തീരുമാനിക്കും. എന്നാൽ ഒരു ഘട്ടത്തിൽ ആ പെൺകുട്ടിയും അവന്റെ അച്ഛനെ കുറിച്ച് അറിയുകയാണ്. രണ്ടുപേരും തമ്മിലുള്ള വിവാഹം നടക്കുമോ, അതോ അച്ഛനെ കാണുന്നതോടുകൂടി ആ ഒരു ബന്ധമേവൾ വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിക്കുമോ എന്നൊക്കെ അറിയണ്ടേ. എങ്കിൽ നമുക്ക് വേഗം ഈ ഒരു സിനിമയുടെ കഥയിലേക്ക് കടന്നാലോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ നായകനായ ആനന്ദ് രാജിനെ കാണിക്കുന്നു. ആനന്ദ് രാജ് കുറച്ചൊന്ന് സ്റ്റൈലിന് വേണ്ടിയിട്ട് തന്റെ പേര് ഹാപ്പി രാജ് എന്ന് മാറ്റിയിരിക്കുക. ആനന്ദ് രാജിന് അവരുടെ നാട്ടില് ഒരു പെൺകുട്ടി ഇഷ്ടമാണ്. അവളുടെ പേരാണ് തേൻമൊഴി. ഒരുപാട് നാളായിട്ട് അവളുടെ പിന്നാലെ നടക്കുകയാണ്. ഒരു ദിവസം തേൻമൊഴി അവൻ പ്രപ്പോസ് ചെയ്യുന്നു. എന്നാൽ തേൻമൊഴി പറയുന്നത് നമ്മൾ തമ്മിൽ സെറ്റാകില്ല എന്നാണ്. അതിന്റെ കാരണം എന്താണെന്ന് ആനന്ദ് രാജ് ചോദിക്കുമ്പോഴോ, അത് നിന്റെ അച്ഛനാണെന്നായിരുന്നു അവളുടെ മറുപടി. എന്തുകൊണ്ടായിരിക്കാം അവന്റെ അച്ഛനായ മുത്തുവിനെ എല്ലാവരും വെറുക്കുന്നതെന്നാണ് പിന്നീട് കാണിക്കുന്നത്. ആനന്ദ് രാജിന്റെ അച്ഛനായ മുത്തു അതേ നാട്ടിലെ സ്കൂളിലെ അധ്യാപകനാണ്. പക്ഷേ നാട്ടിലുള്ളവരെല്ലാവരും മുത്തുവിനെ കുതിരമുട്ട എന്നാണ് വിളിക്കുന്നത്. രൂപത്തെ വെച്ചാണ് അങ്ങനെ കളിയാക്കുന്നതും. മാത്രവുമല്ല, സ്കൂളിലെ കുട്ടികൾ വരെ അങ്ങനെയാണ് വിളിക്കുന്നത്. കുതിരമുട്ട സാർ എന്നാണ് മുത്തുവിനെ അറിയപ്പെടുന്നതും. ഒരു ദിവസം ഒരു പോസ്റ്റ്മാൻ ആണെങ്കിൽ മുത്തുവിന് വേണ്ടിയിട്ടുള്ള ലെറ്ററുമായി വന്നു. മുത്തുവിന്റെ വീട് എവിടെയാണെന്ന് അന്വേഷിക്കുമ്പോൾ കുതിരമുത്തുവിന്റെ വീടാണോ എന്ന് ചോദിച്ചാണ് നാട്ടിലുള്ളവരൊക്കെ ചിരിക്കുന്നത്. അവസാനം ലെറ്റർ കയ്യിൽ കിട്ടുന്ന സമയത്ത് അതിൽ കുതിരമുട്ട എന്നൊക്കെ എഴുതി മുത്തുവിനെ കളിയാക്കിക്കൊണ്ട് സ്കൂളിലെ പിള്ളേരെഴുതിയതാണ്. കാര്യം മനസ്സിലാക്കിയ മുത്തു നേരെ സ്കൂളിലേക്ക് പോകുന്നു. ക്ലാസ്സിലുള്ള പിള്ളേരുടെ എല്ലാ നോട്ട്ബുക്കും ചെക്ക് ചെയ്ത് അവസാനം തനിക്ക് ലെറ്റർ എഴുതിയ പയ്യനെ കണ്ടുപിടിക്കുകയും അവനിട്ട് നല്ലത് കൊടുക്കുകയും ചെയ്തു. അതേ സമയത്താണ് മുത്തുവിനൊരു കുഞ്ഞ് പിറന്നു എന്നുള്ള കാര്യം മുത്തു അറിയുന്നത്. ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്കും പോകുന്നു. ഹോസ്പിറ്റലിലെത്തി കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുവാനായി ആരംഭിച്ചു. അപ്പോൾ അവിടേക്ക് മദ്യപിച്ചൊരാൾ എത്തുന്നു. കുഞ്ഞിനെ കളിപ്പിച്ചു കഴിഞ്ഞോ, എങ്കിൽ കുഞ്ഞിനെ അവിടെ കിടത്തണമെന്നും പറയും. എന്റെ കുഞ്ഞിനെ ഞാനെന്തിനു കിടത്തണം, നീ അത് പറയാൻ ആരാ എന്ന് മുത്തു ചോദിക്കുമ്പോഴോ, ഇതെന്റെ കുഞ്ഞാണ്. അല്ല, നിന്റെ ഈ രൂപത്തിന് നിനക്ക് ഇത്രയും സുന്ദരനായിട്ടുള്ള ഒരു കുഞ്ഞ് ജനിക്കുമോ എന്നൊക്കെ പറഞ്ഞാണ് അയാൾ മുത്തുവിന്റെ രൂപത്തെ വെച്ച് കളിയാക്കുന്നതും. അവിടെ അങ്ങനെ വലിയ വഴക്ക് തന്നെ നടക്കും. ഒടുവിൽ നഴ്സൊക്കെ ഇടപെട്ടാണ് ആ ഒരു പ്രശ്നം കോംപ്രമൈസ് ആകുന്നതും. മുത്തു നേരെ തന്റെ കുഞ്ഞിനടുത്തേക്ക് ചെല്ലുന്നു. മുത്തുവിന് ജനിച്ചത് ആൺകുഞ്ഞാണ്. അതാണ് നമ്മുടെ കഥാനായകനായ ആനന്ദ് രാജ്. പക്ഷേ നല്ല സുന്ദരനായ ആൺകുട്ടിയായിരുന്നു. അങ്ങനെ മുത്തു തന്റെ മകനെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തുകയാണ്. മുത്തുവുമായിട്ട് മകന് ഒരുപാട് അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടാവുകയാണ്. അച്ഛനെന്ന് വെച്ചാൽ ആനന്ദ് രാജിന് ഒരുപാട് ജീവനായിരുന്നു. ആനന്ദ് രാജനാണെങ്കിലോ താജ്മഹൽ കാണണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനത് സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആനന്ദ് രാജ് സ്കൂളിൽ ചേരുകയാണ്. ക്ലാസ്സിലെ ടീച്ചർ നിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ ഹാപ്പി എന്നാണ് അവൻ പറയുന്നത്. ഹാപ്പിയോ, നിന്റെ പേര് യഥാർത്ഥത്തിൽ അതല്ലല്ലോ എന്ന് ചോദിച്ച് ഐഡന്റിറ്റി കാർഡ് വാങ്ങി നോക്കുമ്പോഴോ ആനന്ദ് രാജാണെന്ന് മനസ്സിലാക്കും. ഓ, നീ ആ കുതിരമുട്ട സാറിന്റെ മകനാണോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവനെ കളിയാക്കുന്നു. ക്ലാസ്സിലുള്ള കുട്ടികൾ വരെ കളിയാക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്. മുത്തു എന്തുമാത്രം അപമാനം നേരിട്ടോ അതുപോലെ തന്നെയാണ് ദേ ഇപ്പോൾ ആനന്ദ് രാജും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെ തന്നെ എന്തൊക്കെ കളിയാക്കിയാലും ആ കളിയാക്കുന്ന സമയത്ത് അവരൊക്കെ സന്തോഷിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും സന്തോഷിക്കട്ടെ എന്നാണ് മുത്തു കരുതുന്നതും. അത്രയ്ക്കും പാവമായിട്ടുള്ള ഒരാളാണ് ഈ മുത്തു. എന്നാലിപ്പോൾ തേൻമൊഴി പറയുന്നതെല്ലാം കേട്ടിട്ട് അവന് വല്ലാതെ ദേഷ്യം വരികയാണ്. ഈ ഒരു കാരണം കൊണ്ടാണോ നീ എന്നെ റിജക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് കുതിരമുട്ടയുടെ മരുമകൾ എന്നറിയപ്പെടുവാനായിട്ട് ആഗ്രഹമില്ല എന്നാണ് തേൻമൊഴി പറയുന്നതും. അത് കേട്ടതും ആനന്ദരാജിന് വല്ലാതെ ദേഷ്യം വരികയും തേൻമൊഴി വന്ന സൈക്കിൾ ചവിട്ടി എറിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. കൂട്ടുകാരനടുത്ത് വന്നിരുന്ന് അവൻ കരയുകയാണ്. എല്ലാ പെൺകുട്ടികളും എന്നെ പ്രണയിക്കും, പക്ഷെ എന്റെ അച്ഛന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെന്നെ റിജക്റ്റ് ചെയ്യും. എനിക്ക് ആകെ സങ്കടമാണ്. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പെൺകുട്ടികളും എന്നെ സ്നേഹിക്കുന്നതേയില്ല. അച്ഛന് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. സ്കൂൾ കാലഘട്ടം മുതലേ ഞാനിതെല്ലാം അനുഭവിക്കുന്നതാണെന്നും ആനന്ദ് രാജ് കൂട്ടുകാരനോട് പറഞ്ഞ് കരയുന്നു. ആനന്ദ് രാജിന് അച്ഛനോട് നല്ല ദേഷ്യമുണ്ടെങ്കിലും പക്ഷെ അതവൻ പ്രകടിപ്പിക്കത്തേയില്ല. ഒരു പാവമായിട്ടാണ് അവൻ നടക്കുന്നത് പോലും. സത്യത്തിൽ ആനന്ദ് രാജ് ഒരു പാവമാണ്. ആനന്ദിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് കല്യാണം കഴിക്കണം. എന്നിട്ട് അവനെ ഈ കളിയാക്കുന്ന നാട്ടുകാരുടെ മുന്നിലെല്ലാം
നല്ല അന്തസ്സായിട്ട് ജീവിക്കണം. ഇതാണ് അവന്റെ ആഗ്രഹം. പക്ഷേ ഈ നാട്ടിൽ നിന്നാൽ അതൊന്നും നടക്കത്തില്ല. കുതിരമുട്ടയുടെ മകൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പെണ്ണു കൊടുക്കൂ, അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികൾ പ്രണയിക്കുമോ? അതുകൊണ്ട് തന്നെ അവൻ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു. ഈ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് ജോലി വാങ്ങി പോകണമെന്ന്. അങ്ങനെ അവന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞു. ആനന്ദ് തന്റെ ആഗ്രഹം അച്ഛനായി മുത്തുവിനോട് പറയുമ്പോഴോ മുത്തുവിന് തന്റെ ഒരേയൊരു മകൻ ദൂരെ പോകുന്നതിനോട് ഒട്ടും താല്പര്യമേ ഇല്ലായിരുന്നു. മകൻ ഒരുപാട് നിർബന്ധിക്കും. അച്ഛനെ എതിർത്ത് സംസാരിക്കുകയോ അങ്ങനെയൊന്നും ആനന്ദ് ചെയ്യത്തേയില്ല. അവസാനം മുത്തു ഒരു കാര്യം പറയും. ഒരു കാര്യം ശരി, നിനക്ക് പോകുവാനായിട്ട് ആഗ്രഹമുണ്ട്. നിന്റെ ജോലിക്കുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്റെ കയ്യിൽ കിട്ടട്ടെ, അപ്പോൾ ഞാൻ സമ്മതിക്കാമെന്നും മുത്തു പറയുന്നു. അങ്ങനെ ആനന്ദരാജ് ആണെങ്കിലോ ഒരുപാട് കമ്പനികളിലേക്ക് തന്റെ റെസ്യൂമെ അയക്കുന്നു. അവസാനം ബാംഗ്ലൂർ ഒരു കമ്പനിയിലേക്ക് അവൻ അപ്പോയിന്റ്മെന്റ് കിട്ടുകയാണ്. ആ ഒരു കാര്യം മുത്തുവിനോടും പറയും. മുത്തുവിന് ഒരുപാട് സന്തോഷമാകും. തന്റെ മകനെ പൂർണ്ണ മനസ്സോടുകൂടി തന്നെ ബാംഗ്ലൂരേക്ക് പറഞ്ഞു വിടുന്നു. പട്ടിക്കാട്ടിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് എത്തിയ ആനന്ദിന് എന്ത് കാര്യങ്ങൾ അറിയാം? അവനാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. മാത്രമല്ല അവനിൽ തന്നെ ഒരു അഭിമാനവുമുണ്ട്. ചെറിയൊരു ഗ്രാമത്തിൽ നിന്നും ബാംഗ്ലൂരിലുള്ള ഇത്രയും വലിയ കമ്പനിയിലേക്ക് താൻ എത്തിയല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ എന്നും അവൻ ചിന്തിക്കുന്നു. അങ്ങനെ അവനാണെങ്കിലോ അവിടെ താമസവും ആരംഭിച്ച് ജോലിയും ചെയ്യുവാനായും തുടങ്ങി. ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകുന്നോ അതെല്ലാം ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന സ്വഭാവം ആനന്ദിനുണ്ട്. ആനന്ദ് ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെയാണ് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും. കമ്പനിയിലേക്ക് എത്തുന്ന സമയത്തോ അവിടെയുള്ള ഓരോ പെൺകുട്ടികളെയും ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യുവാനൊക്കെ അവൻ ശ്രമിക്കും. പക്ഷെ ആരും തന്നെ അവനെ മൈൻഡ് ചെയ്തേയില്ല. അങ്ങനെ ഇരിക്കെ അവരുടെ ടീം ലീഡർ കമ്പനിയിലേക്ക് എത്തുകയാണ്. ടീം ലീഡറാണ് കഥാനായികയായ കാവ്യ. കാവ്യ ആദ്യ കാഴ്ചയിൽ തന്നെ ആനന്ദിന് ഒരുപാട് ഇഷ്ടമായി. കാവ്യ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യണമെന്നും ആനന്ദ് തീരുമാനിക്കുന്നു. പക്ഷേ ഇതറിയുന്ന ആനന്ദിന്റെ കൂട്ടുകാർ പറയുന്നത്, നിന്നേക്കാൾ പല മടങ്ങ് അധികം ശമ്പളം വാങ്ങുന്നവളാ. ഏകദേശം ഒരു 10-25 ലക്ഷം രൂപയെങ്കിലും അവൾ ശമ്പളം വാങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള ടീം ലീഡറിനെ നീ എങ്ങനെ സെറ്റ് ചെയ്യാനാണ്? അതൊക്കെ നീ മനസ്സിൽ നിന്ന് മായ്ച്ചു കള എന്നൊക്കെയാണ് കൂട്ടുകാർ പറയുന്നത്. പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കാവ്യ തന്നെ എങ്ങനെയെങ്കിലും വളച്ചെടുക്കുമെന്നും ആനന്ദ് തീരുമാനിക്കുന്നു. ആനന്ദിന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും കാവ്യായിരുന്നു. പക്ഷേ കാവ്യ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ കാവ്യയുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുകയാണ് ആനന്ദ്. ഒരു ദിവസം കാവ്യ ആനന്ദിനെ ശ്രദ്ധിക്കുകയും ഞാൻ എന്താ ഇപ്പോൾ പറഞ്ഞതെന്ന് ആനന്ദിനോട് ചോദിക്കുന്നു. എന്നാൽ ആനന്ദാണെങ്കിൽ എന്തൊക്കെയോ തപ്പിത്തടഞ്ഞ് പറയുകയാണ്. നീ കുറച്ചുകൂടി നിന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ ഓക്കെ ആകുമെന്നും കാവ്യ ആനന്ദിനോട് പറയുന്നു. അന്നേ ദിവസം ലഞ്ച് കഴിക്കുവാനായിട്ട് കാവ്യ ആനന്ദിനെ കൂടെ ക്ഷണിക്കുകയും ചെയ്യും. ആനന്ദിനും ഒരുപാട് സന്തോഷമായി. പതിയെ പതിയെ അവർ നല്ല ഫ്രണ്ട്സായി മാറുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാവ്യ ആനന്ദിനോട് പറയുന്നുണ്ട്, നിന്റെ ഡ്രസ്സിങ്ങും സ്റ്റൈലും എല്ലാം കണ്ടിട്ട് ഏകദേശം ഒരു പഴഞ്ചൻ പോലെയാ തോന്നുന്നത്. ഇതെല്ലാം നീ മാറ്റണം. നീ നന്നായിട്ട് ഡ്രസ്സൊക്കെ ധരിക്കണമെന്നുള്ള കാര്യവും കാവ്യ പറയുന്നു. അങ്ങനെ അവളാണെങ്കിലോ അവനെ ഷോപ്പിങ്ങിനായിട്ടും കൊണ്ടുപോവുകയാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ അവന് വാങ്ങി നൽകുന്നു. ആനന്ദിന് ഒരു പെൺകുട്ടിയെ തന്നെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കണം, അവളെ തന്നെ കല്യാണം കഴിക്കണം എന്നതൊക്കെയാണ് അവന്റെ ആഗ്രഹവും. അങ്ങനെ പതിയെ പതിയെ കാവ്യം ആനന്ദും പ്രണയിക്കുവാനായും ആരംഭിച്ചു. കാവ്യ പറയുന്നതൊക്കെ കേട്ട് ആനന്ദ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കമ്പനിയിൽ ഒരുപാട് ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കുകയാണ്. ആനന്ദിന്റെ ആ ഒരു പെർഫോമൻസ് കാരണമാണ് കമ്പനിയിൽ ഒരുപാട് നേട്ടമൊക്കെ ഉണ്ടായതും. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ എല്ലാവരും ആനന്ദിനെ അഭിനന്ദിക്കുന്നു. തന്റെ ഈ ഒരു വിജയത്തിന് കാരണം കാവ്യാണെന്നും പ്രത്യേകം ആനന്ദ് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ കാവ്യ തന്റെ അച്ഛനെയും അമ്മയെയും ആനന്ദിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. കാവ്യയുടെ അച്ഛന്റെ പേരാണ് രാജീവ്. രാജീവ് നമ്മുടെ മലയാള സിനിമയിലെ അബ്ബാസ് ഇല്ലേ, അബ്ബാസ് തന്നെയാണ്. അബ്ബാസിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവാണെന്ന് തന്നെ പറയാം. അതൊക്കെ പോട്ടെ, രാജീവിനെ കണ്ടതും ആനന്ദ് ചിന്തിക്കുന്നത്, തന്റെ അച്ഛൻ ഇത്രയും ഗ്ലാമർ ഒന്നും ഇല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ തന്റെ അച്ഛന്റെ കാര്യമൊക്കെ അറിയുമ്പോൾ ഇവൾ തന്നെ ബ്രേക്കപ്പ് ചെയ്യുമോ എന്നതൊക്കെയായിരുന്നു ആനന്ദ് ചിന്തിക്കുന്നതും. കാരണം അത്രയ്ക്ക് നല്ല സ്റ്റൈലിഷ് ഫാമിലി ആയിരുന്നു കാവ്യയുടേത്. മാത്രവുമല്ല നല്ല കാശുമുണ്ട്. അല്ലാതെ ആനന്ദിനെ പോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഒന്നുമല്ല. ആനന്ദിന് ആകെ ടെൻഷൻ. ഒരു ദിവസം കാവ്യയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുകയാണ്. വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണ് ആഘോഷം നടക്കുന്നത്. അവിടേക്ക് എത്തുന്ന ആനന്ദ് ചെറിയൊരു ഗിഫ്റ്റുമായിട്ടാണ് വരുന്നത്. ഈ ഒരു ഗിഫ്റ്റ് ഈ ചടങ്ങിൽ വെച്ച് കൊടുത്താൽ ശരിയാകില്ല എന്ന് കരുതി ആനന്ദ് അത് ഒളിപ്പിച്ചു വെക്കുന്നു. കാരണം അത്രയ്ക്കും വലിയ ഫംഗ്ഷൻ ആയിരുന്നു അവിടെ നടന്നിരുന്നത്. ആനന്ദ് കരുതുന്നത്, ഇപ്പോൾ എന്റെ ബർത്ത്ഡേക്ക് നടന്നു കഴിഞ്ഞാൽ എന്റെ വീട്ടിലെ ഒരു റൂമിൽ വെച്ച് ഒരു കിലോയുടെ കേക്ക് കട്ട് ചെയ്യും, അതോടുകൂടി ബർത്ത്ഡേ ആഘോഷം തീരുന്നു. പക്ഷേ പണക്കാരുടേത് അങ്ങനെയല്ലല്ലോ. വലിയ ഫംഗ്ഷൻ തന്നെ നടക്കുകയാണ്. ഒരുപാട് VIP ഒക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് ചെറിയ നാണക്കേടോടു കൂടിയാണ് ആനന്ദ് പോകുന്നതും. മാത്രവുമല്ല കാവ്യ
കാവ്യയെ പ്രപ്പോസ് ചെയ്യണമെന്നും ആനന്ദ് കരുതിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് പ്രപ്പോസ് ചെയ്യുന്നത് ശരിയല്ല എന്നും ആനന്ദ് കരുതുന്നു. അങ്ങനെ ബർത്ത്ഡേ ആഘോഷമൊക്കെ നന്നായിട്ട് നടക്കുകയാണ്. മാത്രമല്ല കാവ്യയാണെങ്കിൽ ആനന്ദിനെ തന്റെ അച്ഛനായ രാജീവിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. തന്റെ കമ്പനിയിൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാകുവാനായിട്ട് കാരണം ആനന്ദാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആനന്ദിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് രാജീവ് അഭിനന്ദിക്കുന്നു. മാത്രവുമല്ല കാവ്യ ആനന്ദിന്റെ കാര്യത്തിൽ കൂടുതൽ കെയറിങ് കാണിക്കുന്നത് കൊണ്ട് തന്നെ തന്റെ മകൾക്ക് ആനന്ദിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം രാജീവിന് മനസ്സിലായി. മാത്രവുമല്ല അവിടെ വന്നിരിക്കുന്ന VIPസിനോടും ആനന്ദിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പുകഴ്ത്തിയാണ് രാജീവ് സംസാരിക്കുന്നതും. അതേ സമയം തന്നെയായിരുന്നു തന്റെ വീട്ടുകാർക്കൊക്കെ ആനന്ദിനെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയ കാവ്യ ആനന്ദിനടുത്ത് വന്ന് അവനെ പ്രൊപ്പോസ് ചെയ്യുന്നതും. അതേസമയം തനിക്ക് എന്ത് ഗിഫ്റ്റ് കൊണ്ടുവന്നു എന്ന് ചോദിച്ച് അവന്റെ കയ്യിലുള്ള ചെറിയ ഗിഫ്റ്റ് ബോക്സും അവൾ വാങ്ങുന്നു. അതിലുണ്ടായിരുന്നത് ഒരു ചെറിയൊരു കൊലുസായിരുന്നു, അതും അവന്റെ അമ്മയുടേത്. അത് കാണുന്ന കാവ്യയ്ക്ക് ഒരുപാട് സന്തോഷമാകും. ആനന്ദ് ഇതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചതേയില്ല. തന്റെ മറുപടി പറയാതെ ആനന്ദ് അവിടെ നിന്ന് പോകുന്നു. തന്റെ റൂമിലേക്ക് എത്തിയ ആനന്ദ് ചിന്തിക്കുന്നത് അച്ഛനെയും അമ്മയും കുറിച്ച് അറിയുന്ന സമയത്ത് അവൾ ഉറപ്പായിട്ടും ബ്രേക്കപ്പ് ചെയ്യും. എന്നാൽ അവളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. അവൾ എന്റെ കുടുംബത്തെക്കുറിച്ച് പോലും അറിയാതെയാണ് അവൾ എന്നെ സ്നേഹിച്ചത്. ഇങ്ങനെയുള്ള പെൺകുട്ടിയെ എന്നെ പെട്ടെന്ന് റിജക്റ്റ് ചെയ്താൽ എനിക്കിത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഈ ബന്ധത്തിൽ നിന്നും ഒഴിവാകാമെന്ന് കരുതി അടുത്ത ദിവസം മുതൽ കാവ്യ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നതേയില്ല. എന്നാൽ ഒരു ഘട്ടത്തിൽ കാവ്യ ഒരുപാട് വിളിക്കുന്ന സമയത്ത് ആനന്ദ് കോൾ എടുക്കുന്നു. എന്താ, ഞാനങ്ങനെ പ്രപ്പോസ് ചെയ്ത സമയത്ത് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ? അതോ ഞാൻ പ്രപ്പോസ് ചെയ്തത് ഇഷ്ടമാകാത്തത് കൊണ്ട് കോൾ എടുക്കാത്തതാണോ എന്നും കാവ്യ ചോദിക്കുന്നു. എന്നാൽ ആനന്ദ് പറയുന്നത്, ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ അച്ഛനെയും അമ്മയും കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ റിജക്റ്റ് ചെയ്യുമോ? അവരെ നീ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നീ എന്നെ ഒഴിവാക്കുമെന്നൊക്കെ ആനന്ദ് പറയുന്നു. അതിനെന്താ, നീ നിന്റെ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ എനിക്ക് അയച്ചതാ എന്നും കാവ്യ പറയും. അങ്ങനെ ആനന്ദാണെങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. ആനന്ദിന്റെ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ കണ്ട കാവ്യ, അച്ഛനും അമ്മയ്ക്കും എന്താ കുഴപ്പം? എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ, അവർ ഓക്കെ ആണല്ലോ എന്നും കാവ്യ പറയുന്നു. അത് കേട്ടതും ആനന്ദിന് ഒരുപാട് സന്തോഷമായി. എന്നാൽ നിന്റെ അച്ഛനെ കൂടി ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുവാനായിട്ടും ആനന്ദ് പറയുന്നു. ഉടനെ തന്നെ കാവ്യ രാജീവിനും ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഇവർക്ക് എന്താ പ്രശ്നം? എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ എന്നാണ് രാജീവിന്റെ മറുപടി. അത് കേട്ടതും ആനന്ദിന് ഒരുപാട് സന്തോഷമായി. ആദ്യമായിട്ടാണ് ആനന്ദിന്റെ അച്ഛന്റെ കാര്യം പറഞ്ഞ് ഒരു പെൺകുട്ടി അവനെ റിജക്റ്റ് ചെയ്യാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി എന്ന സന്തോഷമായിരുന്നു ആനന്ദിനും. അങ്ങനെ ഇരിക്കെ കാവ്യയുടെ അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയായി. വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുവാനായും പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആനന്ദിന്റെയും കാവ്യയുടെയും കല്യാണത്തെക്കുറിച്ച് പറഞ്ഞുറപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആനന്ദിന്റെ അച്ഛനെയും അമ്മയും നാട്ടിൽ നിന്ന് ക്ഷണിക്കുവാനായിട്ടും രാജീവ് പറയുന്നു. പക്ഷേ ആനന്ദിന് ആകെ ടെൻഷൻ. ആനന്ദ് ഉടനെ തന്നെ അച്ഛനോട് തന്റെ പ്രണയത്തിന്റെ കാര്യമൊക്കെ തുറന്നു പറയും. വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ കല്യാണത്തിന്റെ കാര്യമൊക്കെ സംസാരിക്കുവാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും സിറ്റിയിലേക്ക് വരണമെന്നും ആനന്ദ് അച്ഛനോട് പറയുന്നു. എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷേ ഞാൻ വരണമെങ്കിൽ എൻ്റെ സ്വന്തക്കാരെയെല്ലാം കൂട്ടിക്കൊണ്ട് വരേയുള്ളൂ എന്നാണ് ആനന്ദിന്റെ അച്ഛൻ പറയുന്നത്. അത് കേട്ടതും ആനന്ദിന് വല്ലാതെ ദേഷ്യം വരുന്നു. എന്നാൽ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ആനന്ദ് തിരികെ പോകുന്നത്. പക്ഷേ വെഡിങ് ആനിവേഴ്സറി ദിവസം ഇവർക്കൊക്കെ ഒരു സർപ്രൈസ് പോലെ ആനന്ദിന്റെ അച്ഛനായ മുത്തുവും അവന്റെ അമ്മയും ചേർന്ന് അവരുടെ എല്ലാ ബന്ധുക്കളെയും കൂട്ടി സിറ്റിയിലുള്ള ആളുകൾക്കിടയിലേക്ക് നാട്ടിൻ പുറത്തു നിന്നും ഒരു കൂട്ടം ആളുകൾ എത്തിയ സമയത്ത് അവിടെയുള്ള ആർക്കും തന്നെ ഇഷ്ടമായതേയില്ല. മാത്രമല്ല വലിയ ബിസിനസ്സുകാരനായ രാജീവിന്റെ മകളായ കാവ്യയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആനന്ദിന്റെ വീട്ടുകാരാണിതെന്ന് അറിഞ്ഞതോടുകൂടി എല്ലാവരും രാജീവിനെ വല്ലാതെ കളിയാക്കുവാനും തുടങ്ങി. ഇങ്ങനൊരു ഫാമിലിയിലേക്കാണോ വലിയ ബിസിനസ്സുകാരന്റെ മകളെ കൊടുക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ കൂടെയുള്ള ബിസിനസ്സുകാരൊക്കെ സംസാരിക്കുവാനും തുടങ്ങി. അതോടുകൂടി രാജീവിന് അതത്ര സഹിച്ചില്ല. രാജീവ് ഉടനെ തന്നെ ആനന്ദിന്റെ അച്ഛനെ ഒരുപാട് വഴക്ക് പറയുന്നു. നിങ്ങൾക്കൊക്കെ എന്ത് സ്റ്റാറ്റസ് ഉണ്ട് ഞങ്ങളുടെ ഇടയിലേക്ക് വരുവാനായിട്ട്? ഒട്ടും മാനേഴ്സും ഇല്ല, ഗ്രാമത്തിൽ നിന്നും വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഒരുപാട് അപമാനിച്ച് സംസാരിക്കുന്നത്. മാത്രമല്ല കാവ്യയും ആനന്ദിനോട് സംസാരിക്കുന്നുണ്ട്. എന്താ ഇവിടെ നടക്കുന്നത്? എന്തിനാ നിന്റെ വീട്ടുകാരൊക്കെ ഇങ്ങനെ പെരുമാറുന്നതെന്ന്? കാരണം ഗ്രാമത്തിൽ നിന്ന് വന്നവരായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നോ വലിയ ബിസിനസ്സുകാരുടെ പാർട്ടിയിൽ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നോ അവർക്കൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വന്നവർക്കാർക്കും ആനന്ദിന്റെ ഫാമിലിയെ ഇഷ്ടമായതേയില്ല. കാവ്യയും ആനന്ദും തമ്മിൽ വലിയ വഴക്കം നടക്കുന്നു. രാജീവ് മുത്തുവിനെ ഒരുപാട് അപമാനിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ മുത്തു തന്റെ കൈവശമുള്ള സ്വത്തിന്റെയും പണത്തിന്റെയും കണക്കെല്ലാം നിരത്തുകയാണ്. അത് കേട്ടതോടുകൂടി രാജീവ് ഞെട്ടിപ്പോകും. കാരണം രാജീവിന്റെ ആസ്തിയേക്കാൾ ഒരു പടി മുകളിലാണ് മുത്തുവിന്റെ ആസ്തി. മുത്തു പറയുന്നത്, കോട്ടിട്ടാൽ നിങ്ങൾ വലിയവരും മുണ്ടും ഷർട്ടും ധരിച്ചാൽ ഞങ്ങൾ ചെറിയവരുമായി പോകുമോ? അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മാത്രമാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എനിക്ക് ജീവിക്കാമായിരുന്നെങ്കിൽ എനിക്കിതെല്ലാം എടുത്ത് ചിലവാക്കാം
ഒഴിവാക്കാമായിരുന്നു എന്നൊക്കെ മുത്തു പറയുന്നു. മുത്തുവിന്റെ ആസ്തിക്ക് മുന്നിൽ രാജീവിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ മുത്തുവാണെങ്കിലോ തന്റെ കുടുംബക്കാരെ എല്ലാവരെയും വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല കാവ്യയും ആനന്ദും തമ്മിൽ സംസാരമാവുകയും രണ്ടുപേരും ബ്രേക്കപ്പ് ആവുകയും ചെയ്തു. ഈ ഒരു കല്യാണം ഇനി നടക്കില്ല എന്ന് തന്നെ തീരുമാനിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ കാവ്യയ്ക്കും ആനന്ദിനും അങ്ങനെ മിണ്ടാതിരിക്കുവാനോ അവരുടെ പ്രണയം ഉപേക്ഷിക്കുവാനോ കഴിഞ്ഞില്ല. അവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും ഈ ഒരു വിവാഹം നടത്തണമെന്നും തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് രണ്ടുപേരും ഒരു കാര്യം പ്ലാൻ ചെയ്യും. എങ്ങനെയെങ്കിലും രണ്ടച്ഛന്മാരെ കൊണ്ടും പരസ്പരം ക്ഷമ പറയിക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് അവർ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ കാവ്യ തന്റെ വീട്ടിൽ സംസാരിച്ച് കാവ്യയുടെ അച്ഛനെയും അമ്മയും കൂട്ടി നേരെ വരുന്നത് ആനന്ദിന്റെ ഗ്രാമത്തിലേക്കാണ്. അങ്ങനെ ഏകദേശം ഒരാഴ്ച ആനന്ദിന്റെ ഗ്രാമത്തിൽ തന്നെ അവർ കഴിയുന്നു, അതായത് ആനന്ദിന്റെ വീട്ടില്. എന്നാൽ ഈ ഒരാഴ്ചയും രാജീവും മുത്തുവും പരസ്പരം ഒന്ന് നോക്കുകയോ ഒന്ന് സംസാരിക്കുകയോ പോലും ചെയ്യുന്നതേയില്ലായിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് ആനന്ദ് കാവ്യയും ചിന്തിക്കും. എന്നാൽ ഒരു ദിവസം രാജീവും മുത്തുവും പരസ്പരം സംസാരിക്കുകയാണ്. രാജീവ് തന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ മുത്തുവിനോട് തുറന്നു പറയുന്നു. രാജീവിന്റെ അച്ഛൻ അങ്ങനെ വലിയ പണക്കാരനൊന്നും ആയിരുന്നില്ല, ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നാൽ രാജീവ് ബിസിനസ്സൊക്കെ ചെയ്താണ് ഈ ഒരു നിലയിലെത്തിയത്. പക്ഷേ ബിസിനസ്സിൽ ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ മൂത്ത മകളായ കാവ്യ ജനിച്ചതിന് ശേഷമാണ് പിന്നീട് ഈ കാണുന്നതെല്ലാം താൻ നേടിയതെന്നുമുള്ള കാര്യം രാജീവ് പറയും. എന്നാൽ അതിന് മറുപടിയായിട്ട് മുത്തു പറയുന്നത്, ഞാൻ നിങ്ങളെപ്പോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ ഒരുപാട് അപമാനപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ രണ്ട് സഹോദരങ്ങൾ ഉൾപ്പെടെ അവർ 3 പേരും വികലാംഗരായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും അച്ഛന് പെണ്ണു കൊടുക്കത്തേയില്ല. കഷ്ടപ്പെട്ട് ഒരു ഘട്ടത്തിൽ അച്ഛൻ വിവാഹം കഴിച്ചു. അച്ഛന് കുഞ്ഞ് ജനിച്ചു, അതായത് ഈ മുത്ത് ജനിച്ചു. എൻ്റെ അച്ഛൻ ഞാൻ ജനിച്ച സമയത്ത് ആദ്യം ഓടി വന്ന് നോക്കിയത് ഞാൻ വെളുപ്പാണോ കറുപ്പാണോ എന്നൊന്നുമല്ല, എൻ്റെ കാലും കൈയുമൊക്കെ നല്ലതാണോ എന്നാണ്. അച്ഛനെ കണക്ക് ഞാൻ വളരരുത്, അത് മാത്രമായിരുന്നു അച്ഛൻ ചിന്തിച്ചത്. അല്ലാതെ എൻ്റെ നിറമോ സൗന്ദര്യമോ ഒന്നും തന്നെ അച്ഛൻ നോക്കിയതേയില്ല. പക്ഷേ ഗ്രാമത്തിലുള്ളവരെല്ലാം എന്നെ കുതിരമുട്ട എന്ന് പറഞ്ഞ് ഒരുപാട് കളിയാക്കാറുണ്ട്. ഞാനൊന്നും അതത്ര കാര്യമാക്കി എടുത്തിട്ടില്ല എന്നും മുത്ത് പറയുന്നു. മുത്ത് പറയുന്നതെല്ലാം കേട്ട് വളരെ ഇമോഷണൽ ആവുകയാണ് രാജീവ്. അങ്ങനെ അടുത്ത ദിവസം രാജീവും ഫാമിലിയും പോകുവാനായി ഇറങ്ങും. എന്നാൽ അവിടേക്ക് വരുന്ന മുത്തു, ഞാനെന്ന് അവിടെ വെച്ച് അങ്ങനെ സംസാരിക്കുവാനായിട്ട് പാടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ മാപ്പ് പറയുകയാണ്. ഈ 2 കുട്ടികളെയും നമ്മളുടെ പ്രശ്നം കാരണം അവരെ പിരിക്കരുത്, അവരുടെ രണ്ടുപേരുടെയും വിവാഹം നടത്തണമെന്ന് പറഞ്ഞിട്ട് മുത്തു മാപ്പ് ചോദിക്കുന്നു. രാജീവും വിവാഹത്തിന് സമ്മതിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ആനന്ദിന്റെയും കാവ്യയുടെയും വിവാഹവും ഉറപ്പിച്ചു. ഡേറ്റും എടുത്തിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ വെച്ചാണ് വിവാഹം നടക്കുന്നത്. വിവാഹം കഴിഞ്ഞ ശേഷം രണ്ടുപേരും ഫോറിൻ കൺട്രിയിൽ സെറ്റിൽ ആകുവാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ആനന്ദിന് വല്ലാത്ത സങ്കടം. കാരണം ആനന്ദിന്റെ അച്ഛൻ മാത്രമാണല്ലോ മാപ്പ് പറഞ്ഞിരിക്കുന്നത്. ആനന്ദിന്റെ അച്ഛനെ രാജീവും ഒരുപാട് അപമാനിച്ചിട്ടുണ്ട്. പക്ഷേ രാജീവ് ഒന്നും മാപ്പ് പറഞ്ഞില്ല. താൻ കാരണം തന്റെ അച്ഛൻ നാണം കെട്ട് പോയോ എന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. അവൻ അച്ഛനടുത്തേക്ക് വന്നിട്ട് അച്ഛൻ എങ്ങനെയാ മാപ്പ് പറയുവാനായിട്ട് തോന്നിയതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ അച്ഛൻ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നു. തേൻമൊഴി സത്യത്തിൽ മുത്തുവിനെ കാണുവാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. മുത്തുവിനെ കുതിരമുട്ട എന്നൊക്കെ വിളിച്ച് നാട്ടുകാർ കളിയാക്കുന്നത് കൊണ്ടാണ് ആനന്ദിന്റെ പ്രപ്പോസൽ താൻ റിജക്റ്റ് ചെയ്തതെന്നും താൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും ഞാനും നിങ്ങളെ ഒരുപാട് അപമാനിച്ചിട്ടുണ്ട്. ഞാൻ റിജക്റ്റ് ചെയ്തതുപോലെ ആനന്ദിനെ മറ്റാരും റിജക്റ്റ് ചെയ്യരുത്. അവൻ ആ പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്. അവരുടെ രണ്ടുപേരുടെയും വിവാഹം നല്ല രീതിക്ക് നടത്തി കൊടുക്കണമെന്നും കാവ്യ പറയുന്നു. ഈ ഒരു കാര്യമെല്ലാം മുത്തു ആനന്ദിനോട് തുറന്നു പറയുകയാണ്. മുത്തു പറയുന്നത്, നീ ജനിച്ച സമയത്ത് നീ സുന്ദരനാണോ എന്നൊന്നുമല്ല ഞാൻ നോക്കിയത്. എൻ്റെ അച്ഛൻ ഞാൻ ജനിച്ചപ്പോൾ എന്താണോ നോക്കിയത്, എൻ്റെ കാലും കൈയുമൊക്കെ ആരോഗ്യമുണ്ടോ, അത് തന്നെയാണ് നീ ജനിച്ചപ്പോഴും ഞാൻ നോക്കിയത്. എൻ്റെ കാര്യം പറഞ്ഞ് നിന്നെ ഒരുപാട് പേർ അപമാനിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ദേഷ്യമൊന്നും നീ എന്നോട് കാണിച്ചിട്ടേയില്ല. അതുകൊണ്ട് തന്നെ നീ എനിക്ക് കിട്ടിയ നിധിയാണ്. മാത്രവുമല്ല പലതവണയും ഞാൻ ആലോചിക്കും, കുതിരമുട്ട എന്ന് പറഞ്ഞല്ലേ എല്ലാവരും എന്നെ കളിയാക്കുന്നത്, പക്ഷേ കുതിര മുട്ടയിടോ ഇല്ലല്ലോ. ഞാനത് എപ്പോഴും ആലോചിക്കും. പക്ഷേ ഒരിക്കലെങ്കിലും എല്ലാവരും എന്നെ കളിയാക്കുന്ന സമയത്ത് നീ ഇതൊക്കെ പറഞ്ഞ് അവരെ എതിർക്കുമെന്ന് ഞാൻ കരുതി. അതുണ്ടായില്ല. പക്ഷേ അത് സാരമില്ല, എനിക്ക് നിന്റെ സന്തോഷമാണ് വലുതെന്നാണ് അച്ഛൻ അവനോട് പറയുന്നത്. അച്ഛൻ പറയുന്നതെല്ലാം കേട്ട് ആനന്ദും വളരെ ഇമോഷണൽ ആവുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആനന്ദിന്റെയും കാവ്യയുടെയും വിവാഹ ദിവസമെത്തി. വിവാഹത്തിന്റെ ചടങ്ങുകളൊക്കെ നന്നായിട്ട് നടക്കുകയാണ്. ബാംഗ്ലൂരിൽ വെച്ചാണല്ലോ കല്യാണം നടക്കുന്നതും. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയോട് കൂടി അവർ വിദേശത്തേക്ക് സെറ്റിലാകുവാനായി പോവുകയാണ്. ആ ഒരു കാര്യമെല്ലാം രാജീവ് ആനന്ദിനോട് പറയും. എന്നാൽ ആനന്ദ് തന്റെ അച്ഛനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. കാരണം അച്ഛനെ അവൻ എങ്ങും കൊണ്ടുപോയിട്ടില്ലല്ലോ. അച്ഛനോടൊപ്പം പോകുന്നത് നാണക്കേട് കാരണമാണ് അവൻ എങ്ങും അച്ഛനെ കൊണ്ടുപോകാത്തത്. എന്നാൽ ഇപ്പോൾ അച്ഛനെ ഒറ്റയ്ക്കാക്കി പോകുന്നതിൽ അവന് നല്ല സങ്കടമുണ്ട്. വിവാഹമൊക്കെ നല്ല രീതിക്ക് കഴിയുന്നു. അങ്ങനെ അവർ ഫാമിലിയോട് കൂടി നേരെ വിദേശത്തേക്ക് പോവുകയാണ്.
ആനന്ദിന് നാട്ടിൽ നിൽക്കുന്നതാണ് ഇഷ്ടമെന്നുള്ളതും വിദേശത്തേക്ക് പോയി അവിടെ സെറ്റിലാകുന്നതിനോട് ഒട്ടും താല്പര്യമില്ല എന്നുള്ള കാര്യവും കാവ്യയ്ക്ക് നന്നായിട്ടറിയാം. ആനന്ദ് സങ്കടപ്പെട്ടിരിക്കുന്നതെല്ലാം നോക്കിയിരിക്കുകയാണ് കാവ്യ. എന്നാൽ അതേസമയം ആനന്ദ് തന്റെ ബാഗിൽ നിന്നും ഒരു ടിക്കറ്റ് പുറത്തേക്ക് എടുക്കുന്നു. അത് പണ്ട് മുത്തു ആനന്ദിന് താജ്മഹൽ കാണുവാനായിട്ട് ട്രെയിനിൽ കൊണ്ടുപോവുകയായിരുന്നു. എപ്പോൾ താജ്മഹൽ എത്തുമെന്ന് ആനന്ദ് ചോദിച്ചുകൊണ്ടേയിരിക്കും. നീ കണ്ണടച്ച് 1000 വരെ എണ്ണുന്ന സമയത്ത് നമ്മളിപ്പോൾ താജ്മഹൽ എത്തുമെന്നും മുത്തു പറയും. എന്നാൽ കണ്ണടച്ച് 1000 വരെ എണ്ണി കഴിഞ്ഞപ്പോഴോ അവരെ നേരെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ഇറക്കുകയാണ് ചെയ്തത്. എന്താച്ചാ എന്തു പറ്റി, നമ്മളെന്താ താജ്മഹൽ കാണാൻ പോകാത്തതെന്നൊക്കെ മുത്തുവിനോട് ചോദിക്കുമ്പോഴോ അത് നീ വലുതായി കഴിയുമ്പോൾ എന്നെ കൂടി ഫ്ലൈറ്റിൽ കൊണ്ടുപോയാൽ മതി താജ്മഹൽ കാണിക്കാനെന്നായിരുന്നു മുത്തുവിന്റെ മറുപടി. എന്നിട്ട് ഒരു ടിക്കറ്റ് എടുത്ത് തന്റെ മകനായ ആനന്ദിനെ മുത്തു ഏൽപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ആ ടിക്കറ്റ് കയ്യിൽ വെച്ചാണ് ആനന്ദ് ആ കാര്യമൊക്കെ ആലോചിക്കുന്നത്. തന്റെ അച്ഛന്റെ ആഗ്രഹമൊന്നും തനിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, പക്ഷെ തന്റെ ആഗ്രഹമൊക്കെ നടത്തി തരുവാനായിട്ട് അച്ഛൻ ശ്രമിച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ ചിന്തിക്കുകയാണ്. എയർപോർട്ടിൽ വന്നിറങ്ങിയ ആനന്ദ് വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നു. ആനന്ദിനോട് രാജീവ് കാര്യം അന്വേഷിക്കുന്ന സമയത്ത് അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവൻ വളരെ ഇമോഷണലായി പറയും. മാത്രവുമല്ല ആ ടിക്കറ്റും എടുത്തവൻ കാണിക്കുകയാണ്. ആ ഒരു സീൻ അവിടെ കട്ടായി മുത്തുവിനെയാണ് കാണിക്കുന്നത്. മുത്തുവിനടുത്തേക്ക് ദേ ആനന്ദ് വരുന്നു. വിദേശത്തേക്ക് പോയ തന്റെ മകൻ നാട്ടിലേക്ക് വീണ്ടും വന്നതറിഞ്ഞ് എന്തു പറ്റിയെന്ന് മുത്തു അന്വേഷിക്കും. അപ്പോഴാണ് ആനന്ദ് പൊട്ടിക്കരയുന്നതും. തന്റെ അച്ഛനെ ഉപേക്ഷിച്ച് പോകുവാനായിട്ട് അവന് മനസ്സ് വന്നില്ലല്ലോ. അതേസമയം രാജീവും കുടുംബവും അവിടേക്ക് എത്തുന്നു. രാജീവ് ആ ഒരു ടിക്കറ്റ് എടുത്ത് മുത്തുവിനെ കാണിച്ചിട്ട് മുത്തുവിന്റെ കാലിൽ വീണ് കരയുകയാണ്. അതേസമയം രാജീവ് തന്റെ പോക്കറ്റിൽ നിന്ന് മറ്റൊരു ടിക്കറ്റ് കൂടി എടുക്കുന്നു. രാജീവ് പൊട്ടിക്കരയുകയാണ്. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ അന്ന് യഥാർത്ഥത്തിൽ താജ്മഹൽ കാണിക്കുവാൻ വേണ്ടിയിട്ട് മുത്തു ആനന്ദിനെയും കൊണ്ട് പോയില്ലേ. 1000 വരെ എണ്ണുന്ന സമയത്ത് താജ്മഹൽ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്തൊക്കെയോ പ്രശ്നം നടക്കുകയാണ്. ടി.ടി.ആറിന്റെ ശബ്ദമൊക്കെ മുത്തു കേൾക്കുന്നുണ്ട്. എന്തെന്നാൽ ഒരു ഭാര്യയും ഭർത്താവും ടിക്കറ്റ് എടുക്കാതെ ട്രെയിൻ കയറി. അവർ ടി.ടി.ആറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്നു. അവസാനം ടി.ടി.ആർ പൊക്കിയിരിക്കുകയാണ്. രണ്ടുപേരെയും ഒരുപാട് വഴക്ക് പറയും. അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങണമെന്ന് പറഞ്ഞും ബഹളമുണ്ടാക്കുകയാണ്. ഇതെല്ലാം കേട്ട് മുത്തു അവിടേക്ക് എത്തും. അവരെ ഒന്ന് വെറുതെ വിട്ടൂടെ, അവർ പൊയ്ക്കോട്ടെ എന്ന് മുത്തു പറയുമ്പോഴോ പറ്റില്ല, ട്രെയിൻ ടിക്കറ്റ് ഇല്ലാതെ പോകുവാനായി പറ്റില്ല എന്നും ടി.ടി.ആർ വാശി പിടിക്കുന്നു. മുത്തു തന്റെ കയ്യിലിരുന്ന ടിക്കറ്റ് എടുത്ത് നേരെ അവരെ ഏൽപ്പിക്കും. അവർ പൊയ്ക്കോട്ടെ എന്നും മുത്തു പറയുന്നു. അങ്ങനെ മുത്തുവിനെ അടുത്ത സ്റ്റേഷനിൽ ഇറക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അന്ന് താജ്മഹൽ കാണുവാനായിട്ട് ആനന്ദിന് കഴിയാതെ പോയതും. ആ ഭാര്യയും ഭർത്താവും മറ്റാരുമല്ല, രാജീവും ഭാര്യയുമായിരുന്നു. അന്ന് മുത്തു ആ ഒരു ട്രെയിൻ ടിക്കറ്റ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് രാജീവിന് തന്റെ ഭാര്യയുമായിട്ട് പോകുവാനായി കഴിഞ്ഞതും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനും ദേ ഇന്ന് കാണുന്ന ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുവാനായി കഴിഞ്ഞതും. അതിനെല്ലാത്തിനും ഒരേ ഒരു കാരണക്കാരൻ മുത്തുവാണ്. മുത്തു ഉള്ളത് കൊണ്ടാണ് രാജീവ് ഈ കാണുന്ന ലെവലിലൊക്കെ ജീവിക്കുവാനായി കഴിഞ്ഞതും. അതിന്റെ നന്ദിയാണ് ദേ ഇപ്പോൾ മുത്തുവിനോട് രാജീവ് പറയുന്നതും. ഈ സംഭവങ്ങളൊക്കെ നടന്ന് വർഷങ്ങൾ കഴിഞ്ഞു പോയത് കൊണ്ടാണ് അവർക്ക് പരസ്പരം ഓർമ്മ വരാത്തത്. എല്ലാവർക്കും നല്ല മാറ്റങ്ങളൊക്കെ സംഭവിച്ചല്ലോ. ഇപ്പോൾ ആ ടിക്കറ്റ് കണ്ടപ്പോഴാണ് രാജീവ് കാര്യങ്ങളെല്ലാം ഓർത്തതും നന്ദി പറഞ്ഞതും. മാത്രവുമല്ല മുത്തുവിനെ അന്ന് ഒരുപാട് അപമാനിച്ചതിന് മാപ്പും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നു. ആനന്ദും ഈ ഒരു കാര്യമൊക്കെ അറിയുകയാണ്. തന്റെ അച്ഛന് വേണ്ടിയിട്ട് ഒരിക്കൽ പോലും താനൊന്ന് സംസാരിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ആനന്ദും ഒരുപാട് സങ്കടപ്പെടും. മാത്രമല്ല തന്റെ അച്ഛനാണെന്ന് എല്ലാവർക്കും മുന്നിൽ പരിചയപ്പെടുത്തുവാനായിട്ട് ആനന്ദിന് നല്ല മടിയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആനന്ദ് ഇതാണ് തന്റെ അച്ഛനെന്ന് എല്ലാവർക്കും മുന്നിൽ പരിചയപ്പെടുത്തുന്നു. അച്ഛന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണമെന്നും അവൻ തീരുമാനിക്കും. പണ്ട് കുട്ടിയായിരുന്ന സമയത്ത് അവൻ ഏറ്റവും കൂടുതൽ കഴിക്കുവാനായിട്ട് ഇഷ്ടം ഡയറി മിൽക്കായിരുന്നു. അച്ഛനൊരു ഗിഫ്റ്റ് ബോക്സ് അവന് കൊടുക്കുമ്പോൾ വാശി പിടിച്ച് ആ ഒരു ഗിഫ്റ്റ് ബോക്സ് ദൂരേക്ക് എടുത്തെറിയും. എന്നാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആനന്ദ് ആ ഒരു ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഡയറി മിൽക്കായിരുന്നു. അച്ഛൻ എന്നും തന്റെ ആഗ്രഹങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നതെന്നും ആനന്ദിന് മനസ്സിലായി. ആനന്ദ് ഇപ്പോൾ തന്റെ അച്ഛൻ എങ്ങനെയായിരുന്നാലും തന്റെ അച്ഛനെ അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അച്ഛനും മകനും ഒരുപാട് ഇമോഷണലായി സംസാരിക്കുന്നു. അച്ഛനും അമ്മയും ഏത് രൂപത്തിലായിരുന്നാലും അവരെ നമ്മൾ സ്നേഹിക്കണം. അച്ഛൻ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. മാത്രമല്ല അച്ഛന്റെ രൂപം എങ്ങനെയായാലും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു തരുവാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെടുകയാണെന്നും ഈ ഒരു സിനിമ എല്ലാ അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണെന്നും കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയും എന്റെ എക്സ്പ്ലനേഷനും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.